മുഹമ്മദ്, ഇതുവരെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. അടുത്ത് തന്നെ കാണാം. പാത്തുമ്മയോട് പ്രത്യേകം അന്വേഷണം പറയണം. അവൾക്കൊരു സമ്മാനം അകത്ത് വെച്ചിട്ടുണ്ട്. നരേന്ദ്ര ഷെട്ടി അങ്കിളുടേതായിട്ട്. നരേന്ദ്ര ഷെട്ടി. ലൈല, ലൈല, പാത്തു, പാത്തു, ലൈല, ലൈല, കുളിക്ക 2 മിനിറ്റ്. പാത്തുക്കുട്ടി എവിടെ? അവിടെ ഉണ്ടായിരുന്നല്ലോ. ബെഡ്റൂമിൽ നോക്കിയോ? യെസ്. മുഹമ്മദ്, ഭയന്നു പോയല്ലേ? യെസ് 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 യെസ്, താൻ വല്ലാതെ ഭയന്നു. എടോ, തന്റെ വലത് കയ്യിലിരിക്കുന്ന ആ പൂച്ചണ്ടില്ലേ, that bunch of red roses, throw it off ya. അതും പൊട്ടിയില്ല. പേടിച്ചതൊക്കെ വെറുതെ അല്ലേ? റഹീം ഹാജി കൊലക്കേസ് അന്വേഷിക്കാൻ താഹിർ സാഹിബ് അരിയിട്ട് വാഴിച്ച പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ. ആള് ഭയങ്കരനാണെന്നാണ് എന്റെ ബോയ്സ് ഒക്കെ ഇവിടെ പറഞ്ഞ് പരുത്തുന്നത്. ആണോ? കീപ് away from നരേന്ദ്ര ഷെട്ടി. miles away. do not trespass. അതിക്രമിച്ച് കടക്കരുത്. bloody shit. Good morning. Welcome. Leave him. ആഹാ, ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റാർ ബ്യൂട്ടി പാർലറിന്റെ സെറ്റപ്പുകളാണല്ലോ. കൊള്ളാം. നല്ല ഒരു മൾട്ടിപർപ്പസ് ഗ്യാങ്ങും ഷാർപ്പ് ഷൂട്ടിംഗ് ബാർബേറിയൻസ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടിവെപ്പുകാരായ തൊരപ്പന്മാർ. താഹിർ സാഹിബ് അരിയിട്ട് വാഴിച്ച പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ ആള് ഭയങ്കരനാണെന്ന് ഈ തൊരപ്പന്മാരായിരിക്കും സാറിനെ അറിയിച്ചത്, അല്ലയോ? അവരത് പറയും. ആ കാലിബർ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ പറ്റിയ ആയുധം തന്നെ കൈ കൊടുത്തിരിക്കുന്നത്. ക്ഷൗരക്കത്തി. ഓ ഗോഡ്, ഇറ്റ്സ് ബ്ലീഡിംഗ്. ലോഷൻ കൊടുക്ക്, ലോഷൻ കൊടുക്ക്. എടോ, ആ ആഫ്റ്റർ ഷേവ് എടുത്ത് പുരട്ടി കൊടുക്കാൻ. ബാഡ് ഓമൻ. കയ്യിൽ ആയുധമില്ലാത്ത മുഹമ്മദ് സർക്കാരിന്റെ സാന്നിധ്യം പോലും നരേന്ദ്ര ഷെട്ടിക്ക് ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നു. മിസ്റ്റർ നരേന്ദ്രൻ ഇന്നലെ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. കുറ്റക്കാരൻ ഞാൻ തന്നെ. ആളും പേരും ഇല്ലാത്ത ഒരു ടെലിഫോൺ മെസ്സേജിന്റെ പേരിൽ സാറിനെ പോലൊരു പാവപ്പെട്ട കുടക്കച്ചവടക്കാരനെ മനഃപൂർവ്വം ഞാൻ ഹേർട്ട് ചെയ്യൊന്നും ആയിരുന്നില്ല. ഒരു അബദ്ധം പറ്റിയതാ. അതിനുള്ള ദൈവശിക്ഷയും കിട്ടി. പത്രങ്ങളിലൊക്കെ കണ്ടു കാണും ഞാൻ അങ്ങനെ മുത്തുക്കൊടയും പിടിച്ച് മൾട്ടി കളറിൽ നിന്ന് ചമ്മുന്നത്. അത് സാരമില്ല. അല്ലോ, റെഡ് റോസസ്.
ഇന്നലത്തെ സംഭവത്തിന് ശേഷം എനിക്ക് ഈ ചുവന്ന റോസാപ്പൂക്കൾ കാണുന്നതേ ഭയമാണ്. കയ്യിൽ നിന്നങ്ങനെ കത്തിയെറിഞ്ഞാലോ? ഷോ! പൂട്ടിക്കിടക്കുന്ന വണ്ടി കുത്തി തുറന്ന് അതിനകത്ത് ഗിഫ്റ്റും കത്തും ഒക്കെ വെക്കുക. ബെഡ്റൂമിൽ കിടന്നിറങ്ങുന്ന എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിന്റെ ബെഡിൽ പാവക്കുട്ടി, ടെലിഫോണിന് സുഗന്ധം പകരാൻ ബൊക്കെ, പെർഫെക്റ്റ് ടൈമിങ്ങിൽ ഒരു ടെലിഫോണിക് വരട്ട്, ഒരു ടെറിഫൈങ് ഹൊറർ എഫക്റ്റ് ഉണ്ടാക്കി എതിരാളിയെ പേടിപ്പിക്കൽ. അല്ല, സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായേ ഇല്ല. പക്ഷെ ഒന്ന് അങ്ങോട്ട് മനസ്സിലാക്കി തരാനാണ് ഇപ്പൊ വന്നത്. ഈ സർക്കാർ കാക്കിയും തൊപ്പിയും അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ദാ ഇതുപോലെ സാറിന് ചെയ്തു തരാനല്ല, ഉത്തരവാദിത്തത്തോടെ ചിലതൊക്കെ ചെയ്ത് തീർക്കാനാണ്. അതിന് തടസ്സം നിന്നാൽ ഇനിയും ബ്ലീഡിംഗ് ഉണ്ടാവും. നോട്ട് എ മോക്ക് ബ്ലീഡിംഗ് ലൈക്ക് ദിസ്, ദ റിയൽ bloodshed. And Mohammed Sarkar is inflammable, highly inflammable. Bloody. വണ്ടിയുടെ ബ്രേക്കും പോയി, സ്റ്റിയറിംഗ് റോഡും പൊട്ടി. താനാണെങ്കിൽ നടു റോട്ടിലും. രക്ഷപ്പെടുത്താനായി കൈക്രിയ അല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ പാല് വേണ്ട സാർ, ബ്ലാക്ക് കോഫിയാ പതിവ്. ഇരിക്കട്ടടോ. തന്റെ പഞ്ചിങ് വെയിറ്റ് കുറഞ്ഞോന്നൊരു സംശയം. ഇടിക്കൊന്നും പഴയ ബലം പോരാ. അതോ സോപ്പിന്റെ വഴുവഴുപ്പിനെയും ബാക്കിയുണ്ടോ? അതുകൊണ്ടല്ല പണിക്കർ സാർ, സാറിന്റെ മാത്രം ഏജിംഗ് പ്രോസസ് ഡിസെൻഡിങ് ഓർഡറിലാണെന്ന് തോന്നുന്നു. ബ്ലോക്കിങ്ങിന് പഴയ അതേ പെർഫെക്ഷൻ. എന്ത് കാര്യം? ദാ കണ്ടില്ലേ, തോക്കിന്റെ തുരുമ്പ് തുടച്ചും കള്ളന്മാരെ പേടിച്ചോർക്കൊഴിയുന്ന കോന്തന്മാർക്ക് അലാറം ഉണ്ടാക്കി കൊടുത്തും പിഴച്ചു പോകുന്നു. കുടുംബം ഇല്ലാത്തതൊരു ഭാഗ്യം. ഒരു DGP ആയി സർവീസ് എക്സ്റ്റൻഷനും വാങ്ങി സാർ ഇവിടെ കലക്കുന്നുണ്ടാകുന്ന ഒരു ആശ്വാസമായിരുന്നു ബംഗാളിൽ നിന്ന് നാട് കടത്തപ്പെടുമ്പോ എനിക്കുണ്ടായിരുന്നത്. പെൻഷന്റെ കാര്യം പോലും കോടതി. ASP പോസ്റ്റിൽ ഒരു കമ്പൽസറി റിട്ടയർമെന്റ്. ക്രിമിനൽ ട്രയൽസ് ആൻഡ് മോഡസ് ഓപ്പറാൻഡിയുടെ പോലീസ് അക്കാഡമിയിലെ സ്ഥിരം വിസിറ്റിംഗ് പ്രൊഫസറായ അങ്ങേക്ക് ഈ പതനം പാടില്ലാത്തതാണല്ലോ. നോർമൽ കോഴ്സിൽ അത് പാടില്ലാത്തതാണ്. പിന്നെ ഏജിംഗ് പ്രോസസ് താൻ പറഞ്ഞതുപോലെ ഡിസെൻഡിങ് ഓർഡറിലായതാവാം കുഴപ്പം. നമ്മുടെ പഴയ ഹോം മിനിസ്റ്ററുടെ ഒരു പഞ്ച് ഞാനൊന്ന് ബ്ലോക്ക്. നിങ്ങളുടെ ഈ കോഴ്സും കഴിഞ്ഞ് വന്ന വരവിന് ഞാൻ ഈ പയ്യൻ ഷെട്ടിയുടെ ചത്തുപോയ തന്ത ഷെട്ടി ഉണ്ടല്ലോ, വീരേന്ദ്ര ഷെട്ടി, അവനെ ഓൾമോസ്റ്റ് ഒരു പൂട്ടിയതാ. വക്കാലത്തിനൊന്ന് പാതിരാക്കി തന്നെ എത്തി ആഭ്യന്തരൻ. എന്റെ തൊപ്പി പോയി, ഷെട്ടി പൊടിയും തട്ടി വീട്ടിലും പോയി. എടോ, ഈ നെഞ്ചാങ്കൂടിന്റെ നടുക്ക് ഇവിടെ തെക്കൻ കളരിപുറപ്രകാരം ത്രിശങ്ക് പുഷ്പം എന്ന് പറയുന്ന ഒരു മർമ്മസ്ഥാനമുണ്ട്. അവിടെ 20 കൊടുത്താൽ കിട്ടിയവൻ ഒരു മണ്ഡലം തേക്കിയാലെന്നാ പ്രമാണം. കൃത്യം 40ന്റെ അന്ന് ചങ്ക് പഴുത്ത് ഷെട്ടി കാഞ്ഞു. പിടിച്ചപ്പോഴേ കൊടുത്തു അല്ലേ? റൊക്കം പിന്നത്തേക്ക് വെച്ച നടക്കയിലെന്നൊരു ഊഹം ഉണ്ടായിരുന്നു എനിക്കന്നേ. അച്ഛനേക്കാൾ ഒരുപാട് വളർന്ന മകൻ നരേന്ദ്ര ഷെട്ടി ഏറ്റെടുത്തിരിക്കുന്ന ടാസ്ക് ബിയോണ്ട് യുവർ ലിമിറ്റ്സ് ആണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അത്രയ്ക്ക് ഉയരെയാണെന്നവൻ. വേരും ശിഖരവും ഒക്കെ താഴേക്കും മുകളിലേക്കും ഒക്കെ വളർന്നങ്ങ് കാണാമറയത്തെത്തി. തന്റെ കയ്യിലുള്ള പോലീസ് ഫോഴ്സ് ഒക്കെ വെറും ഉണ്ണാക്കന്മാരാടോ. അവരെ വെച്ചൊരു പുല്ല് നടക്കില്ല. ഒരവനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് മനസ്സിലായില്ലേ നല്ലവണ്ണം? ഇല്ല സർ, ഐ ക്യാൻ. എന്റെ ഗുരുനാഥനായ പണിക്കർ സാറ് പോലും ഒരിക്കൽ തോറ്റ കളിയിൽ ഐ വിൽ എന്ന് ഞാൻ പറഞ്ഞാൽ അത് അഹങ്കാരമാണെന്ന് കരുതരുത്. ആഗ്രഹമാണ് സർ, ഒരാഗ്രഹം. ചോറ് തരുന്ന കാക്കയോടുള്ള ആദരം. ചുമ്മാ ഒരു ബെസ്റ്റ് ഓഫ് ലക്കോ കീപ്പിറ്റപ്പോ പറഞ്ഞ് തന്നെ എരിയേറ്റിയാൽ ഞാനും വേറെ പണിക്കന്മാരും തമ്മിൽ എന്താ വ്യത്യാസം? തനിക്ക് പറ്റിയ 2 കൂട്ടുകാരെ തരാം ഞാൻ. പോലീസുകാർ തന്നെ. ആദ്യം അവനെ തന്നെ പൊക്കണം. CI ഗ്രിഗറി. കിറുക്കനാണെങ്കിലും ആള് നല്ലൊരു ഷാർപ്പ് ഷൂട്ടറാ. CI ഗ്രിഗറി? അങ്ങനെ ഒരാളില്ലല്ലോ. സർവീസിലുണ്ട്, താനറിയില്ല. ഞാൻ അറിയാതെ എന്റെ കീഴിലൊരു സർക്കിൾ ഇൻസ്പെക്ടറോ? നോ. യെസ്, അവന് സ്വന്തമായ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. വ്യാജച്ചാരായ റെയ്ഡ് ഡിപ്പാർട്ട്മെന്റ്.
രക്തമൊഴിക്കരുത്. എടുക്കടാ. വേഗം, വേഗം, വേഗം. ഉം. കാശ് ഒന്ന് പറ്റിക്കുന്നോടാ പന്ന. സ്വന്തം കൺമുമ്പിൽ ഇങ്ങനെ ഒരു അന്യായം നടക്കുമ്പോ സസ്പെൻഷനിലാണെങ്കിലും എന്നെ പോലെ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർക്ക് അയാളുടെ കടമ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ സാർ? ഏയ് never. ആ അതല്ലേ സാറ് ചാർജ് എടുത്തോടെ ധൈര്യമായിട്ട് ഞാൻ ഈ റെയ്ഡിൽ ഇറങ്ങി തിരിച്ചത്. കുഴപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സാർ. ആ. കൈക്കൂലി ചൊളമാതിരി എണ്ണി മേടിച്ചോണ്ട് അഴിച്ചു വിട്ടിരിക്കല്ലേ ഇവന്മാരെല്ലാം. ഓഹോ, പഴയ സൂപ്രണ്ടും കണക്കായിരുന്നു. ആ കൊറേയൊക്കെ ഞാനും കേട്ടിരിക്കുന്നു പുള്ളിയെ കുറിച്ച്. കേട്ടതിനേക്കാളൊക്കെ മഹാപോർണ. ആഹാ. ഈ വാറ്റുകാരെയൊക്കെ ഞാൻ ഒതുക്കി ഒരു വഴിക്കാക്കിയത് സാറേ. ആ. ആ വിരോധത്തിനല്ലേ ആ വിസ തട്ടിപ്പാനായിട്ട് പൂശി എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്നെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. ശ്ശോ. എന്ന് വെച്ച് ഈ തൊപ്പിയുടെ പവർ കളയാൻ പറ്റും. ഉം. അതുകൊണ്ട് എല്ലാ പോലീസുകാരെയും കൂട്ട് രാവിലെ വീട്ടിൽ നിന്ന് തോക്ക് എടുത്തോണ്ട് ഞാൻ അങ്ങറിഞ്ഞു. ആ അത് കൊള്ളാം. താൻ ഇങ്ങനെ ദിവസവും രാവിലെ തോക്കും എടുത്തോണ്ട് ഫ്രീ സർവീസിന് ഇറങ്ങിയാൽ ആ. വീട്ടു ചെലവിന് എന്ത് ചെയ്യും? അതാ പ്രശ്നം. തൽക്കാലം 1.5 മാസം ഇത് വെച്ച് പിടിച്ചു നിൽക്കാം അല്ലേ? അല്ല അത് പിന്നെ ഓ അപ്പൊ സാറിന്റെ കളിയായിരുന്നല്ലേ? ഇടിവെട്ടി നിൽക്കുന്നതിനെ പാമ്പിനെ വിട്ട് കടിപ്പിക്കുന്ന കാലൻ. നമ്മൾ ഇരിപ്പ് വശം എന്നോട് ഈ പണി ചെയ്യേണ്ടായിരുന്നു. ഞാൻ നിനക്കിട്ട് എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? സാറ് നിന്റെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്യാൻ പോവുക. നേരാണോ സാർ? യെസ്, ഐ വാണ്ട് യു. എനിക്ക് നിന്റെ ടാലന്റ് വേണം. പ്രൊഫഷണൽ എക്സലൻസ്. സാർ എന്നിട്ട് സസ്പെൻഷൻ പിൻവലിപ്പിച്ചിട്ട് അയാളെങ്ങ് തിരിച്ചെടുത്തു. ഉം. വെറും 10 രൂപ കൈക്കൂലി മേടിച്ച കോൺസ്റ്റബിളിനെ സസ്പെൻഡ് ചെയ്ത മുഹമ്മദ് സർക്കാരിന് ഇതെന്തു പറ്റി? ഈ പെരുങ്കള്ളനെ പിടിക്കാൻ പോകുമ്പോ അരക്കള്ളൻ കൂടെ ഉള്ളത് നല്ലതാണ്. തിയറി എന്റെ അല്ല, പണിക്കര സാറിന്റെ. ശിഷ്യന് നല്ല ഉപദേശം കൊടുക്കുന്ന സാറ്. വെറുതെ അല്ല അങ്ങേര് പുറത്തായത്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദ്യം വരട്ടെ. സ്മാർട്ട് ഫെലോ ഇവനാണ് ശരിയായ പ്രസ് ഫോട്ടോഗ്രാഫർ. അല്ല, എനിക്ക് അങ്ങോട്ട് അസൂയ സഹിക്കുന്നില്ല. എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഇതുപോലൊന്ന്. എന്താണ്? ഡിഡ് യു എവർ നോട്ടീസ് ദിസ്? വാട്ട്? എന്താ ഇതിന് ഇത്ര പ്രത്യേകത? ചാലഞ്ച്. ഫൈൻഡ് ഔട്ട്. ബ്രേക്ക് ദ സസ്പെൻസ്. ഔ! ലുക്ക്, ദാ ഇതില് ബ്ലഡ് സ്പോട്ട് ഇതുവരെ മാത്രം. But here it's spread all over the forehead and then it's coming right across the bridge, flowing down, down, down. ഓ, ഒരാനക്കാരി. വെടികൊണ്ടാ ചോര വരും, സ്വാഭാവികം. പക്ഷെ വെടിയേറ്റ ഓൺ ദ സ്പോട്ടിൽ ഇൻ ദ വെരി നെക്സ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ ഒരു ജേർണലിസ്റ്റിനും ഭാഗ്യം ഉണ്ടാവില്ല. പക്ഷെ ഇയാൾക്കത് കിട്ടി, മാതൃരാജ്യം ഫോട്ടോഗ്രാഫർക്ക്. ബാക്കി എല്ലാവന്മാരും അൺലക്കി സ്റ്റുപ്പിഡ്സ്. സംഭവം കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞെടുത്ത പടങ്ങൾ എല്ലാം ഒരേപോലെ. ഞാൻ പണ്ട് ഡൽഹി റൈറ്റ് കവർ ചെയ്ത പോലെ. മാതൃരാജ്യം ഫോട്ടോഗ്രാഫർ മർഡർ നടന്നപ്പോ തന്നെ ഓൺ ദ സ്പോട്ടിൽ ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? എന്നാലല്ലേ ഇത്തരം ഒരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ പറ്റൂ. ലൈല പറഞ്ഞ പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, ഉറപ്പിക്കാനും വയ്യ. കാരണം അന്ന് മഴയുണ്ടായിരുന്നല്ലോ. മഴ നനഞ്ഞതാണോ അതോ ഒറിജിനൽ ബ്ലഡ് ആണോ എന്നറിയാൻ ഈ ഫോട്ടോഗ്രാഫിന്റെ നെഗറ്റീവിന്റെ ബ്ലഡ് സ്റ്റെയിൻ ഇന്റൻസിറ്റി ചെക്ക് ചെയ്യണം. ഈസി. പത്രോഫീസ് റെയ്ഡ് ചെയ്ത് നെഗറ്റീവ്സ് പൊക്കുക. നോ, യഥാർത്ഥ കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ അപ്പൊ പഴുതായില്ലേ? സർ, ഇതേ ഫോട്ടോഗ്രാഫ്സ് വെച്ച് ബ്ലഡ് സ്റ്റെയിൻ ഇന്റൻസിറ്റി കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്താലോ? എനി റിലയബിൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഉണ്ടോ? യെസ്, ഹിയർ കംസ് യുവർ തേർഡ് മാൻ, ഗുരുമൂർത്തി. അയ്യേ, ആ ട്രാഫിക് സിഐ ഗുരുമൂർത്തിയോ? നമുക്ക് എന്തിനാ സാറേ കുഴിമടിയനെ? അതേടോ, പക്ഷെ ആൾ ഒന്നാന്തരം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാ. ഉരുട്ടു ബുദ്ധി. രാവിലെ ട്രാഫിക്കിൽ വന്ന് സൈൻ ചെയ്തൊരൊറ്റ മുങ്ങല. പിന്നെ പൊങ്ങുന്നത് ഭാര്യയുടെ കമ്പ്യൂട്ടർ പോയിന്റിൽ.
ഈ സ്റ്റെയിൻ മഴ നനഞ്ഞു പടർന്നതല്ല, ഒറിജിനൽ ബഡ് സ്റ്റെയിൻ. ദാറ്റ് മീൻസ് വെടിയേറ്റ് നിമിഷങ്ങൾക്ക് എടുത്ത ഫോട്ടോഗ്രാഫാണിത്. 100%. റഹീം ഹാജി കൊല്ലപ്പെട്ട ദിവസം ഞാൻ തന്നെയായിരുന്നു ഡിസ്ക് ഇൻചാർജ്. ഹെഡ്ലൈൻസും ബൈലൈൻസും എഴുതി എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഈ പർട്ടിക്കുലർ ഫോട്ടോഗ്രാഫ്സ് എടുത്തത് ആരാണെന്നുള്ളതാണ്. ബാലേന്ദ്രൻ ക്രിക്കറ്റ് ടെസ്റ്റുമായി മദ്രാസിലായിരുന്നു. ഓ, ബിജു വർഗീസ് ആയിരിക്കും. അവനല്ല, അയാൾ സ്കൂട്ടർ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ലീവിലായിരുന്നല്ലോ. പിന്നെ ആരാണ്? ഇവിടെ ഡാർക്ക് റൂം ടെക്നീഷ്യൻസ് എത്ര പേരുണ്ട്? 3. എന്താ? അവരോട് അന്വേഷിച്ചാൽ അറിയാലോ ആരാണെന്ന്. അതെങ്ങനെ? ഫിലിം പ്രോസസ് ചെയ്യുന്ന ടെക്നീഷ്യൻസിന് എപ്പോഴും നെഗറ്റീവ് കണ്ടാൽ നിത്യപരിചയമുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെ തിരിച്ചറിയാൻ കഴിയും. അതായത് നെഗറ്റീവിന്റെ തിക്നെസ്, സെലക്ഷൻ ഓഫ് ആംഗിൾസ്, ലൈറ്റിംഗ് പാറ്റേൺ, ഷട്ടർ സ്പീഡ്, ഡയഫ്രം, ഫിൽം, ഇതൊക്കെ ഓരോ ഫോട്ടോഗ്രാഫേഴ്സിനും ഓരോന്നായിരിക്കും. സാറ് പറഞ്ഞ ബാലചന്ദ്രന്റെ രീതി ആയിരിക്കില്ല ബിജു വർഗീസിന്. ഇത് രണ്ടുമാവില്ല മൂന്നാമതൊരാൾക്ക്. നെഗറ്റീവ്സ് ഒക്കെ കൃത്യമായി ഫയൽ ചെയ്യാറുണ്ടാവുമല്ലോ. ഇതിന്റെ ഒറിജിനൽ ഒന്ന് എടുപ്പിച്ചാൽ. ഓ, യു സെഡ് ഇറ്റ്. മൂന്നാമൻ. ഇപ്പൊ ഓർമ്മിക്കുന്നു. എന്താ ഷപ്പന്റെ പേര്? ഒന്ന് ഓർത്ത് നോക്കണം സാർ. കിട്ടുന്നില്ല. അല്ല, കിട്ടിയോണ്ട് കാര്യമില്ല. മിസ്റ്റർ മുഹമ്മദ് നിരാശപ്പെട്ടേ മതിയാവൂ. ഞങ്ങളുടെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഔട്ടർ സ്റ്റേഷൻ ആകുന്ന നാളും തീയതിയും ഒക്കെ എന്നെക്കാൾ നിശ്ചയം സിറ്റിയിലെ ചില അമേച്ചർ ഫോട്ടോഗ്രാഫേഴ്സിനാണ്. അവന്മാർക്ക് ഫോട്ടോഗ്രാഫുമായിട്ട് ഇടിച്ചു കയറാൻ. ഞാൻ അവന്മാരെ ഒന്നും എന്റർടൈൻ ചെയ്യാറില്ല. പക്ഷെ ഇതുപോലുള്ള ചില ഹോട്ട് ഇൻസിഡൻസ് വരുമ്പോ ഗതികേട് കൊണ്ട് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തു പോകും. മിസ്റ്റർ റഹീം ഹാജി കൊല്ലപ്പെട്ട ദിവസവും അതാ ഉണ്ടായത്. സാരമില്ല, ആ നെഗറ്റീവ് മതി. സാറിന് ഓർമ്മയില്ലെങ്കിലും ഇവിടുത്തെ ഡാർക്ക് റൂം ടെക്നീഷ്യൻസിന് ചിലപ്പോ ആ ഫോട്ടോഗ്രാഫറെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞേക്കും. അവിടല്ലേ പ്രശ്നം. ആ ചെക്കൻ അന്ന് കൊണ്ടത് നെഗറ്റീവ്സ് അല്ല, പോസിറ്റീവ് ഒറിജിനൽ ഫോട്ടോഗ്രാഫ്സ്. പക്ഷെ അതിന്റെ നെഗറ്റീവ് ചിലപ്പോൾ പ്ലേറ്റ് മേക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കാണും. വേണമെങ്കിൽ എടുപ്പിക്കാം. പക്ഷേ അത് വെച്ച് ആ ഫോട്ടോഗ്രാഫറെ ട്രേസ് ചെയ്യാൻ ഈ ടെക്നീഷ്യൻസിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അത്തരം ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ സ്പോട്ട് പേയ്മെന്റ് കൊടുക്കാറില്ലേ പതിവ്? അന്ന് ഈ ഫോട്ടോഗ്രാഫർക്ക് പണം കൊടുത്ത നിങ്ങളുടെ പർച്ചേസ് മാനേജർക്ക് ഒരുപക്ഷെ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും. കഴിയില്ല. കിട്ടിയ ന്യൂസും വെച്ച് ഫസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്ത് സെക്കൻഡ് എഡിഷൻ പേപ്പർ ലോഡ് ചെയ്യുമ്പോഴാണ് ആ ചക്കൻ ഫോട്ടോഗ്രാഫ്സ് ഓടി പറഞ്ഞെത്തുന്നത്. പർച്ചേസ് മാനേജറുടെ വൗച്ചറോടെ ഞാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആ കൊലയാളികളെ പ്രായിപ്പോയി. അവന്മാരൊന്ന് അഡ്വാൻസ് നോട്ടീസ് തന്നിരുന്നേ ഞാൻ ബാലേന്ദ്രനെ ക്രിക്കറ്റ് ടെസ്റ്റിന് അയക്കുമായിരുന്നു. അതെ അതെ, ഇത് വെറും സാധാരണ ഫോട്ടോഗ്രാഫ്സ്. നിങ്ങൾ പോലീസുകാർക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ മാത്രം ഐ കനോട്ട് ഫൈൻഡ് എനിത്തിങ് അൺയൂഷ്വൽ. എന്താണ് സാർ? ഓ, അങ്ങനെ പ്രത്യേകതകളൊന്നും ഉണ്ടായിട്ടല്ല സാർ. ഒരുപാട് പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കേസല്ലേ ഇത്. കൊന്നവനെ കിട്ടിയില്ലെന്ന് വിചാരിച്ച് ചുമ്മാതങ്ങ് ഫയൽ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റൂ? പത്രക്കാരടക്കം നാടിളക്കിയ ഒരു ജഗപൊക ദേവിനെ അവിടെ വയ്ക്കും. ഓക്കെ സാർ, വെൽക്കം. നാളെ തന്നെ ആ മാറ്ററിന്റെ ഡെസ്കിൽ എത്തിച്ചേക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ആ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒച്ച വെച്ച് വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട. വണ്ടി എടുക്ക. ആരാ? തിരിഞ്ഞു നോക്കണ്ട, മുമ്പോട്ട് എടുക്ക. എങ്ങോട്ട്? അതൊന്നും അറിയണ്ട. അവിടെ ഒരുപാട് ഐറ്റംസ് കാണാനുണ്ട്. നമുക്കൊന്ന് ചുമ്മാ കറങ്ങിച്ചു വരാം. വണ്ടി വിട്ടോ.
താനെന്ത് നോൺസെൻസ് ആണോ ഈ കാണിക്കുന്നത്? സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് ഇവിടം വരെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ തന്നോട് പറഞ്ഞോളൂ. നോക്കി നിൽക്കാതെ വില കഴിക്കടോ. Now get lost. I'm sorry sir. ഒരു അബദ്ധം പറ്റിയതാണ്. സാർ ദയവ് ചെയ്ത് ഇതൊരു ന്യൂസ് ആക്കരുത്. വന്നാട്ടെ. സത്യത്തിൽ മാരാർ സാർ ഇതൊന്നും കാണരുതെന്ന് എനിക്കുണ്ടായിരുന്നു. അവനോട് അതൊന്ന് പറയാൻ വിട്ടുപോയി. അവൻ നേരെ സാറിനെ ഇവിടെ കൊണ്ടുവന്ന് ഭേദ്യവും തുടങ്ങി. കുറ്റവാളികളെ ചോദ്യം ചെയ്യാൻ മൂന്നാം മുറകളൊന്നും പാടില്ലെന്ന് അങ്ങ് മോളിയിരിക്കുന്നവന്മാർക്കൊക്കെ വിളിച്ചു പറയാം. കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയും ചെയ്ത ഏതെങ്കിലും പെരുങ്കള്ളൻ സത്യം തുറന്നു പറയുമോ സാറേ? മൂന്നാം മുറ ഇല്ലാതെ ഒന്നും നടക്കില്ലെന്ന് ഞങ്ങളുടെ അസോസിയേഷന് പൂർണ്ണ ബോധ്യം വന്നതുകൊണ്ടാണ് സർക്കാർ അറിയാതെ സ്വന്തം ചെലവിൽ കേരളത്തിൽ ഇതുപോലെ 3 ടോർച്ചറിംഗ് സെന്റേഴ്സ് തുടങ്ങി വെച്ചത്. ഇപ്പൊ ഇതിന് അടിപിടിയ വളരെ കഷ്ടപ്പെട്ടിട്ടാ എനിക്ക് 2 ദിവസത്തെ ഡേറ്റ് കിട്ടിയത്. ഇന്ന് ലാസ്റ്റ് ഡേയാ. നാളെ രാവിലെ തന്നെ തൃശൂർ SP പാർട്ടി ഇങ്ങ് എത്തും ടോർച്ചറിങ്ങിന്. അല്ല സാർ അതൊന്നും ശ്രദ്ധിക്കണ്ട. അകത്ത് ചില ചില്ലറ സെറ്റപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. നടുവിന് ഐസിന്റെ തണുപ്പടിക്കുമ്പോ സത്യം പറഞ്ഞു അല്ലേ? ഓ എന്നാലും ഒന്നും ഉരിയാടാത്തവന്മാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു അണ്ണാക്കിലേക്ക് ഇതേ ഈ കുഴൽ കുത്തിക്കയറ്റും. എന്നിട്ട് ഇതിലൂടെ തിളച്ച വെള്ളം ഒഴിക്കും. കുടൽ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരുമാതിരിപ്പെട്ടവനൊക്കെ പറയും. എന്നിട്ട് മിണ്ടാത്തവനൊക്കെ ദാ ഇതുപോലെ ഐസിലോട്ടങ്ങ് മരത്തി കിടക്കും. എന്നിട്ട് കാൽപാദം രണ്ടും ഇങ്ങനെ കൂട്ടി പിടിക്കും. തലച്ചോറിൽ നിന്നും പുറപ്പെടുന്ന ഞരമ്പുകളുടെ എൻഡിങ് പോയിന്റ് ഇതാണ്. ഈ അയൺ റാഡ് തീയിൽ വെച്ച് പഴിപ്പിച്ച് കാൽ വെള്ളയിലേക്ക് ഇതാ ഇങ്ങനെ അടിക്കാൻ അറിയാവുന്നവൻ അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ യവന്റെ തലമണ്ട പൊട്ടി തലച്ചോറും ചോരയും പുറത്തു വരും. കണ്ണീന്നും ചെവിന്നും ഒക്കെ ചുളിച്ചുളാന്ന് ചോര വരും. ഇതൊക്കെ സെക്കൻഡ് വേൾഡ് വാർ കാലത്ത് ജാപ്പനീസ് ടോർച്ചറിംഗ് ടെക്നോളജിയുടെ മെത്തേഡ്സ് അല്ലേ? എനിക്ക് വീട്ടിൽ പോണം. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോവാൻ ചേട്ടാ. എന്താണോ അവിടെ? ഇവിടെ മനുഷ്യന് ചെവി തല കേൾക്കണ്ടേ? അവന്റെ വായി വല്ല തുണിയോ ചകിരിയോ പിണ്ണാക്കോ വല്ല കുത്തിക്കേറ്റ്. എടോ സൂപ്രണ്ടേ, വെറുതെ മെത്രാണച്ചനെ കുർബാനയെല്ലാം പഠിപ്പിക്കരുത്. അവന്റെ വായിൽ തുണിയല്ല, അമേരിക്ക മാവും ഫെവിക്കോളും കൂടി കൂട്ടി കുഴച്ച് തിരികെ തള്ളി കയറ്റിട്ട് പുറത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചതാ. കുനിച്ചു നിർത്തി നഷ്ടലിൽ ഒടിയണ വരെ 4 കയറ്റങ്ങൾ കയറ്റി ഇപ്പൊ പശയും പ്ലാസ്റ്ററും കൂടി തള്ളി പുറത്തു പോന്ന്. ഞാനെന്ത് ചെയ്യാനാ? ഈ മാരാർ സാറിനോട് ചോദിച്ചറിയാം. എന്നെ കുറിച്ച് പണ്ട് ഫീച്ചർ എഴുതിയ ആളല്ലേ പത്രത്തില് തുടർച്ചയായിട്ട്. ഞാൻ പോയേച്ചിങ് വരാം. സാർ ഇന്ന് രാവിലെ ഓഫീസിൽ വെച്ച് എന്നോടൊരു കള്ളം പറഞ്ഞു. സാരമില്ല, സത്യം ഇനി പറഞ്ഞാൽ മതി. ആരാണ് ആ ഫോട്ടോഗ്രാഫ്സ് ഓഫീസിൽ കൊണ്ടുവന്നത്? ഗ്രിഗറി, I am under arrest. Bad luck. Huh?